ഫെബ്രുവരി 24 ഗ്രിഗറിയൻ കലണ്ടർ ഔദ്യോഗികമായി നിലവിൽ വരുന്നു. ലോകമെമ്പാടും സാർവത്രികമായി കാലഗണനയ്ക്ക് ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന കലണ്ടർ സംവിധാനമാണ് ഗ്രിഗറിയൻ കലണ്ടർ. BC 46 ജൂലിയസ് സീസർ തുടങ്ങിവെച്ചതും ജനുവരി 1 തുടങ്ങി ഡിസംബർ 31 അവസാനിക്കുന്നതും 1500 വർഷങ്ങളായി നിലനിന്നതുമായ ജൂലിയൻ കലണ്ടറിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി പരിഷ്കരിച്ചതാണ് ഗ്രിഗറിയൻ കലണ്ടർ. ജൂലിയൻ കലണ്ടർ പ്രകാരം സൗരവർഷം കണക്കുകൂട്ടുന്നതിൽ 11 മിനിറ്റുകളുടെ ദൈർഘ്യവ്യത്യാസം ഉണ്ടായിരുന്നു. ഇതുമൂലം ക്രിസ്തുവിൻ്റെ ജനനവും കുരിശുമരണവും ഒരു ദിവസം വരുന്നതിനു വരെ സാധ്യതയുണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി പോപ്പ് ഗ്രിഗറി 13 നിർദ്ദേശപ്രകാരം അലോഷ്യസ് ലിലിയസ് എന്ന ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ജൂലിയൻ കലണ്ടറിൻ്റെ അപാകത പരിഹരിച്ച് പുതിയ കലണ്ടർ രൂപകൽപ്പന ചെയ്തു. ഇത് അംഗീകരിച്ച് പുതിയ കലണ്ടർ നിലവിൽ വരുന്നതായി ഗ്രിഗറി പോപ്പ് 13 പ്രഖ്യാപനം നടത്തിയത് 1582 ഫെബ്രുവരി 24 പോപ്പ് ഗ്രിഗറി അംഗീകാരം നൽകിയതിനാൽ ഇത് ഗ്രിഗറിയൻ കലണ്ടറായി അറിയപ്പെട്ടു. സ്റ്റീവ് ജോബ്സ് ജന്മദിനം. ആപ്പിൾ എന്ന ലോകപ്രശസ്ത കമ്പനിയുടെ സഹസ്ഥാപകനും സാങ്കേതികവിദ്യയുടെ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയുമായ സ്റ്റീവ് ജോബ്സ് 1955 ഫെബ്രുവരി 24 സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു. 1976 സ്റ്റീവ് വാസ്നിയാക്കിനൊപ്പം ചേർന്ന് സ്റ്റീവ് ജോബ്സ് തൻ്റെ വീടിൻ്റെ ഗാരേജിൽ വെച്ചാണ് ആപ്പിൾ കമ്പനി ആരംഭിച്ചത്. പേഴ്സണൽ കമ്പ്യൂട്ടർ ലോകത്ത് മാറ്റം കുറിച്ച മാക്കിൻടോഷ്, സംഗീത ലോകത്തെ മാറ്റിമറിച്ച ഐപോഡ്, മൊബൈൽ ഫോൺ വിപണിയെ കീഴടക്കിയ ഐഫോൺ, ടാബ്ലറ്റ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഐപാഡ് എന്നിവ സ്റ്റീവ് ജോബ്സിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ്. മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയുമായുള്ള ഇടപെടലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ അദ്ദേഹം അർബുദബാധയെ തുടർന്ന് 2011 ഒക്ടോബർ 5 അന്തരിച്ചു. കട്ടക്കയം ചെറിയാൻ മാപ്പിള ജന്മദിനം. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ട മഹാകവി കട്ടക്കയം ചെറിയാൻ മാപ്പിള 1859 ഫെബ്രുവരി 24 പാലായിലെ കട്ടക്കയം കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം 1911 പ്രസിദ്ധീകരിച്ച ശ്രീ യേശുവിജയം മഹാകാവ്യം മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യങ്ങളിൽ ഒന്നാണ്. ബൈബിൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സംഭവങ്ങൾ കോർത്തിണക്കി 24 സർഗങ്ങളായിട്ടാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇത് രചിച്ചതിലൂടെ കട്ടക്കയത്തിന് മഹാകവി എന്ന പദവിയും ക്രൈസ്തവ കാളിദാസൻ എന്ന വിശേഷണവും ലഭിച്ചു. മാർത്തോമാ ചരിതം, ജൂതഭഞ്ജനം, വിജിഗീഷു തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളാണ്. വലിയ കർഷകനും വ്യാപാരിയും കൂടിയായിരുന്ന അദ്ദേഹം 1936 നവംബർ 29 അന്തരിച്ചു. രുക്മിണി ദേവി അരുൺഡേൽ ചരമദിനം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയായ രുക്മിണി ദേവി അരുൺഡേൽ
1986 ഫെബ്രുവരി 24 അന്തരിച്ചു. 1904 ഫെബ്രുവരി 29 മധുരയിൽ ജനിച്ച അവർ ഭാരതീയ ശാസ്ത്രീയ നൃത്തമായ ഭരതനാട്യത്തിന് പുതിയ ജീവൻ നൽകിയ മഹത് വ്യക്തിയായിരുന്നു. അവരുടെ കലാസാംസ്കാരിക മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ച് 1952 രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1956 രണ്ടാമതും രാജ്യസഭയിലേക്ക് നിർദ്ദേശം ചെയ്യപ്പെടുകയുണ്ടായി. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അവർക്ക് 1956 പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചു.